നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ കർക്കിടകൻ രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോയിലൂടെ വരുന്ന മഹാവ്യാഴമാറ്റം കർക്കിടകൻ രാശിയിൽ ജനിച്ച പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം. ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുന്ന വ്യാഴം വലിയൊരു മാറ്റത്തിനൊരുങ്ങുകയാണ്. ഈ മാറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് കർക്കിടകൻ രാശിക്കാരെയാണ്. വ്യാഴം ഒരു രാശിചക്രം പൂർത്തിയാക്കി ഒരേ രാശിയിൽ തിരിച്ചെത്താൻ ഏകദേശം 12 വർഷമെടുക്കും. അതായത് കഴിഞ്ഞ 12 വർഷമായി വ്യാഴം മറ്റു രാശികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വ്യാഴം വീണ്ടും നിങ്ങളുടെ രാശിയിലേക്ക് അഥവാ കർക്കിടകത്തിലേക്ക് വരികയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെയോ അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിന്റെയോ സൂചനയാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെയാണ് വ്യാഴം വരുന്നത്. ജ്യോതിഷത്തിൽ 1-ാം ഭാവം എന്നത് നിങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം, സ്വഭാവം, ബുദ്ധിശക്തി, ചിന്താഗതി എന്നിവയെല്ലാം ഇതിൽ വരും. ഭാഗ്യത്തിന്റെ ദേവനായ വ്യാഴം ഇവിടെ വരുന്നതോടെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. 2026 ജൂൺ 2 വ്യാഴം നേരിട്ട് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കും. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം ഈ രാശിയിൽ തുടരും. വ്യാഴത്തിന്റെ ഈ മാറ്റം അല്പം സങ്കീർണമാണ്. ഒക്ടോബർ മാസത്തിന് ശേഷം വ്യാഴം അടുത്ത രാശിയായ ചിങ്ങത്തിലേക്ക് മാറും. എന്നാൽ അവിടെ സ്ഥിരമായി നിൽക്കാതെ പിന്നീട് വക്രഗതിയിൽ, അതായത് പിന്നോട്ട് സഞ്ചരിച്ച് വീണ്ടും കർക്കിടകൻ രാശിയിൽ തന്നെ തിരിച്ചെത്തും. ഇതിനർത്ഥം കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം ദീർഘകാലം ലഭിക്കുമെന്നാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും ഉയർച്ചയും കൊണ്ടുവരുന്ന ഒരു ഗോൾഡൻ പീരീഡാണ് വരാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ ലഗ്നം എന്ന് വിളിക്കപ്പെടുന്ന 1-ാം ഭാവമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. നിങ്ങളുടെ ശരീരം, ആരോഗ്യം, നിറം, സൗന്ദര്യം എന്നിവയെല്ലാം 1-ാം ഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ ചിന്താഗതി എത്രത്തോളം പോസിറ്റീവാണ് എന്നതെല്ലാം 1-ാം ഭാവം പറഞ്ഞു തരും. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള നിങ്ങളുടെ കഴിവും മാനസികമായ കരുത്തും ഈ ഭാവത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ ഒരു കെട്ടിടത്തിന്റെ അടിത്തറ പോലെയാണ് 1-ാം ഭാവം. അടിത്തറ ശക്തമാണെങ്കിൽ ജീവിതമാകുന്ന കെട്ടിടവും സുരക്ഷിതമായിരിക്കും. വ്യാഴം 1-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ ഇരുന്ന് 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴം എവിടെ നോക്കുന്നുവോ അവിടെയെല്ലാം ഐശ്വര്യം നിറയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. വ്യാഴം 1-ാം ഭാവത്തിലിരുന്ന് 5-ാം ഭാവത്തെ നോക്കുമ്പോൾ ദീർഘകാലമായി കുട്ടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ പുരോഗതിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും. നിങ്ങളുടെ കലാപരമായ കഴിവുകൾ പുറത്തെടുക്കാനും അതിലൂടെ അംഗീകാരം നേടാനും ഈ സമയം നല്ലതാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി 7-ാം ഭാവത്തിൽ പതിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ തുടങ്ങാനും അതിൽ നിന്ന് ലാഭം നേടാനും ഈ സമയം സഹായിക്കും. സമൂഹത്തിൽ നിങ്ങൾക്കുള്ള മാന്യതയും അംഗീകാരവും വർദ്ധിക്കും. 9-ാം ഭാവത്തെ ഭാഗ്യസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. വ്യാഴം ഇവിടെ നോക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അപ്രതീക്ഷിതമായ ഭാഗ്യം കടന്നു വരും. തടസ്സപ്പെട്ട പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. അച്ഛനിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും അദ്ദേഹവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനും ഇത് കാരണമാകും. ദൈവാനുഗ്രഹം വർദ്ധിക്കുകയും പുണ്യയാത്രകൾ നടത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ 1-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഊർജം നൽകുകയും നിങ്ങളുടെ കുടുംബം, വിവാഹം, ഭാഗ്യം എന്നീ 3 പ്രധാന മേഖലകളെ ഒരേ സമയം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരേണ്ട വ്യാഴം കഴിഞ്ഞ കുറെ കാലമായി സഞ്ചരിച്ചിരുന്നത് നിങ്ങളുടെ ജാതകത്തിലെ 12-ാം ഭാവത്തിലൂടെയാണ്. ജ്യോതിഷത്തിൽ 12-ാം ഭാവം എന്നത് വ്യയസ്ഥാനം അഥവാ നഷ്ടങ്ങളുടെ സ്ഥാനമാണ്. നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ടാകാം.
അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾ വരികയും പണം വെള്ളം പോലെ ഒഴുകിപ്പോകുകയും ചെയ്തിട്ടുണ്ടാകാം. സാമ്പത്തികമായ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നത് ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വരികയാണ്. ഇത് വലിയൊരു ആശ്വാസമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്നിരുന്ന നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകാൻ തുടങ്ങും. ശരീരത്തെ പരിപാലിക്കാനും വ്യായാമങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകും. ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ ഭാഗ്യത്തിന്റെ സഹായത്താൽ നടന്നു തുടങ്ങും. സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ നിങ്ങൾക്ക് വലിയ പിന്തുണ ഈ കാലയളവിൽ ലഭിക്കും. ചുരുക്കത്തിൽ കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളുടെയും അസുഖങ്ങളുടെയും കറുത്ത മേഘങ്ങൾ നീങ്ങി നിങ്ങളുടെ വ്യക്തിത്വത്തിനും ആരോഗ്യത്തിനും തിളക്കം ലഭിക്കുന്ന ഒരു കാലമാണ് ഇനി വരുന്നത്. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ഉള്ളിലെ നന്മയെയും വിവേകത്തെയും ഉണർത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ജന്മരാശിയിൽ വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വലിയൊരു ഉൾക്കാഴ്ച ലഭിക്കും. നിങ്ങളുടെ ചില പ്രവൃത്തികൾ കുടുംബത്തിന് പ്രയാസമുണ്ടാക്കിയിരുന്നെങ്കിൽ അവ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ നിങ്ങൾ തയ്യാറാകും. ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും വീട്ടിൽ സമാധാനം കൊണ്ടുവരുവാനും സഹായിക്കും. മുൻപത്തേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കുമായി നിങ്ങൾ മാറ്റിവെക്കും. ദൈവാനുഗ്രഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിഴലിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. പുരാണങ്ങൾ വായിക്കാനും ആത്മീയമായ അറിവുകൾ നേടാനും നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. നിങ്ങളുടെ സംസാരത്തിൽ പോലും ഒരു പ്രത്യേക പക്വതയും മാന്യതയും കടന്നുവരും. 9ാം ഭാവം എന്നത് യാത്രകളെയും സൂചിപ്പിക്കുന്നു. വ്യാഴത്തിന്റെ സ്വാധീനം മൂലം ആത്മീയമായ യാത്രകൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത്തരം യാത്രകൾ വെറും വിനോദയാത്രകളായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകുന്നവയായിരിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കാനും പഴയ തെറ്റുകൾ തിരുത്തി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറാനും സഹായിക്കുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണിത്. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ശുഭദൃഷ്ടി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലേക്കാണ് പതിക്കുന്നത്. വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലേക്കുള്ള ശുഭദൃഷ്ടി ദീർഘകാലമായി കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങളാൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് 2026 ജൂൺ 2 ശേഷം അനുകൂലമായ സമയമാണ്. ചികിത്സകൾ നടത്തുന്നവർക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്കും ഈ കാലയളവിൽ സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. വിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും അധിപനായ വ്യാഴം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവരും. വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ മികച്ച സർവകലാശാലകളിലോ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഏകാഗ്രതയോടെ പഠിക്കാനും മികച്ച വിജയം നേടാനും ഈ ഗോൾഡൻ പീരീഡ് സഹായിക്കും. പങ്കാളിയെയും ദാമ്പത്യത്തെയും സൂചിപ്പിക്കുന്ന 7ാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വിവാഹാലോചനകൾ പലതും വന്നിട്ടും അവസാന നിമിഷം മുടങ്ങിപ്പോകുന്ന അവസ്ഥയുള്ളവർക്ക് ഈ സമയം വലിയ ആശ്വാസമാകും. അനുയോജ്യമായ ആലോചനകൾ വരികയും അത് ഉറപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. വിവാഹിതർക്ക് തങ്ങളുടെ പങ്കാളിയുമായുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും അകൽച്ചയും മാറി പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. പുതിയ ബിസിനസ്സുകൾ പങ്കാളിത്തത്തോടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്താൻ ഈ സമയം അനുകൂലമാണ്. നിലവിലുള്ള ബിസിനസ്സുകളിൽ പുതിയ കരാറുകളിൽ ഏർപ്പെടാനും ലാഭം നേടാനും ഇത് സഹായിക്കും. ചുരുക്കത്തിൽ 2026 ജൂൺ 2 മുതൽ തുടങ്ങുന്ന ഈ കാലയളവ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ കുതിച്ചുചാട്ടം നടത്താൻ സഹായിക്കുന്ന സമയമാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം.
വ്യാഴത്തിന്റെ മഹാരാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. ജ്യോതിഷത്തിൽ 9ാം ഭാവത്തെയാണ് ഭാഗ്യസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഭാഗ്യത്തിന്റെ ദേവനായ വ്യാഴം തന്റെ പൂർണ്ണ ശക്തിയോടെ നിങ്ങളുടെ ഈ ഭാവത്തിലേക്ക് നോക്കാൻ പോവുകയാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ തനിയെ നടന്നു തുടങ്ങും. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അദൃശ്യമായ ഒരു ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് അനുഭവപ്പെടും. സാധാരണഗതിയിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പേടിക്കാറുണ്ട്. എന്നാൽ ഈ സമയത്ത് ജ്യോതിഷപരമായ പിന്തുണ നിങ്ങൾക്കുള്ളതുകൊണ്ട് ബിസിനസ്സിലോ കരിയറിലോ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അത് നടപ്പിലാക്കാം. ഭാഗ്യം കൂടെയുള്ളപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചോ മുൻപ് സംഭവിച്ച പരാജയങ്ങളെക്കുറിച്ചോ ആലോചിച്ച് വിഷമിക്കേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ വീഴ്ചകളോ സങ്കടങ്ങളോ ആരും ഓർക്കില്ല. സമൂഹം നിങ്ങളെ ഒരു വിജയിയായി മാത്രമേ കാണൂ. അതിനാൽ ഭൂതകാലത്തെ ഓർത്ത് സമയം കളയാതെ വർത്തമാനകാലത്തെ വിജയത്തിൽ ശ്രദ്ധിക്കുക. ഈ കാലയളവിൽ നിങ്ങളുടെ വളർച്ചയെ തടയാൻ ആർക്കും സാധിക്കില്ല. മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്കോ ബഹുമാനിക്കപ്പെടുന്ന പദവികളിലേക്കോ നിങ്ങൾ എത്തിച്ചേരും. ജ്യോതിഷപ്രകാരം ഗ്രഹനിലകൾ അനുകൂലമാകുമ്പോൾ പ്രാർത്ഥനകളും വഴിപാടുകളും ആ പോസിറ്റീവ് ഊർജത്തെ ഇരട്ടിയാക്കാൻ സഹായിക്കും. നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നു. കർക്കിടകൻ രാശിയുടെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രൻ നമ്മുടെ മനസ്സിനെയാണ് നിയന്ത്രിക്കുന്നത്. അതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് മാനസികമായ തെളിച്ചം നൽകും. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ചന്ദ്രസ്തോത്രം 108 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ ചിന്തകളിലെ ആശയക്കുഴപ്പം മാറാനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും. മഹാദേവൻ ചന്ദ്രനെ തലയിൽ ചൂടിയിരിക്കുന്നവനാണ്. അതിനാൽ കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായ വഴിപാട് ശിവപൂജയാണ്. ദിവസവും രാവിലെ ഓം നമഃശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും ശത്രുദോഷങ്ങൾ നീങ്ങാനും ശിവഭജനം ഉത്തമമാണ്. ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയകാലമായി മാറ്റാൻ സാധിക്കും. കർക്കിടകൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കർക്കിടകൻ രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരിയോം.